പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ്ങുമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ അൺബോക്സിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70mm M300 എന്ന ഡാഷ് ക്യാമാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ യാത്രകൾ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് ഇപ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ടാണ് ആക്സിഡൻറ്റ്സിൽ വരുമ്പോഴും അല്ലാതെ ട്രാഫിക് വയലേഷൻസ് വരുമ്പോൾ അവരുടെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ ഉള്ളത് വളരെ അനിവാര്യമാണെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അതൊരു കാരണമാണ് ഇപ്പോൾ ഞങ്ങളൊരു ഡാഷ് ക്യാം വാങ്ങാൻ. ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ച് ഇപ്പോൾ വാങ്ങിയതാണ് ഈ പ്രത്യേക ഡാഷ് ക്യാം. മിനി വേർഷനിൽ വരുന്ന ഒരു ഡാഷ് ക്യാമാണിത്. ഇതുപോലെ കാണുന്ന മറ്റു പല ഡാഷ് ക്യാമിൽ നിന്നും അന്വേഷിച്ച് അവസാനം വാങ്ങിയത് 70mm ഈ പ്രത്യേക ക്യാമറയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1296 പിക്സൽ ക്യാമറയാണ് വരുന്നത്. 140° വ്യൂ വരുമെന്നാണ് പറയുന്നത്. ഇതൊരു സിംഗിൾ ചാനൽ, അതായത് ഒറ്റ ക്യാമറയാണ്, ഫ്രണ്ടിലേക്ക് മാത്രമുള്ളതാണ്. സിംഗിൾ ചാനൽ ക്യാമറയാണ് വിത്ത് സ്പീക്കറും ഓഡിയോ റെക്കോർഡിങ്ങും ഒക്കെ ഉണ്ട്. 70mm ആപ്പ് വെച്ച് നമുക്കിത് ആപ്പിലും കാണാം. വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആപ്പിൽ നിന്നും കാണാം. ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടൊരു ചെറിയ ക്യാമറയാണ്. അതിൽ കൈൻ്റെ ഈ വലിപ്പമുള്ളൂ. ഇതിൽ ക്യാമറ എത്രയേ വരുന്നുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലാകെ 3 മെയിൻ ബ്രാൻഡ്സാണ് ഇപ്പോൾ ക്യാമറകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് എന്ന് പറയുന്നത് DD5യുടെ ക്യാമറയാണ്. അതും പിന്നെയുള്ളത് 70mm ക്യാമറയാണ്. പിന്നെ ഇപ്പം കുറച്ച് കാലമായിട്ട് പുതിയതായിട്ട് വരുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള നെക്സ്റ്റ് ജിട്രോണും അവരുടെ സ്വന്തമായിട്ടുള്ള ഡാഷ് ക്യാംസുമായിട്ട് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ പല റേഞ്ചിൽ ക്യാമറകൾ വരുന്നുണ്ട്. അതിലും ഏറ്റവും താഴെയുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1080 പിക്സൽ വരുന്ന ക്യാമറകളാണ് നമ്മൾ ഒരു ലോവർ റേഞ്ചായിട്ട് കാണുന്നത്. അതിനൊരു 3500 മുതൽ 4500 4600 വരെയൊക്കെ വില നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടുള്ളത് ഒരു ഡബിൾ ചാനൽ അല്ലെങ്കിൽ ഒരു 4K വീഡിയോ ഉള്ള ക്യാമറകളാണ്. ആ 4K വീഡിയോ ഉള്ള ക്യാമറകൾ വരുന്നത് ഇതിലും പ്രൈസി ആയിട്ടാണ്. 4K ക്യാമറ വരുന്നത് ഏതാണ്ട് 6000 മുതൽ 8000 വരെയുള്ള വിലകളാണ്. പിന്നെ ഡബിൾ ചാനൽ വിത്ത് അഡീഷണൽ ഫങ്ഷണാലിറ്റി ഒക്കെ വെച്ചിട്ട് ക്യാമറാസ് വരുന്നുണ്ട്. അതിനൊരു 12000 മുതൽ 18000 രൂപ വരെയുള്ള ക്യാമറ ഉണ്ട്. ഇതല്ലാതെ ഇൻ്റർനാഷണൽ മോഡൽസിൽ വേറെയും കുറേയധികം ക്യാമറകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ ഇതാണ് ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നവരുടെ ഒരു ക്യാമറയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചതും. ഇത് നമ്മുടെ നാട്ടിലെ ഉപയോഗത്തിന്, എൻ്റെ പ്രത്യേകിച്ചിട്ടുള്ള ഉപയോഗത്തിന് ഇത് മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇനി നമുക്ക് ഈ ക്യാമറ തുറന്നു നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു QR കോഡുണ്ട്. ഇത് ഈ ക്യാമറയുടെ കൂടെ ഒരു സ്റ്റിക്കറുണ്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ആ സ്റ്റിക്കർ എങ്ങനെ ഒട്ടിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഈ QR കോഡ് വഴി നമുക്ക് കാണുന്നത്. നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ തുറന്നു നോക്കിയാൽ ആദ്യമേ തന്നെ ഒരു യൂസർ മാനുവലുണ്ട്. അതിൽ കുറേയധികം ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പകുതി ചൈനീസിലാണ്. ഇതൊരു ചൈനീസ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയതിൻ്റെ മെയിൻ കാണാം. ഇതിൻ്റെ കൂടെയുള്ള സക്ഷൻ കപ്പിനെയും അല്ലാതെ ഈ മെറ്റീരിയലിനെ കുറിച്ച് സ്പെസിഫിക്കേഷൻസ് യൂസർ മാനുവലിലുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇതാണ് ക്യാമറയുടെ കൂടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ. ഇത് ഒട്ടിച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ക്യാമറ വയ്ക്കുക. അപ്പോൾ ഇത് ക്യാമറയുടെ വ്യൂവിങ് ഏരിയയിൽ പൊടി വരാതെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ സഹായിക്കും എന്നാണ് പറയുന്നത്. അതിനാണ് ഈ സ്റ്റിക്കർ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വരുന്നതാണ് ക്യാമറ. കണ്ടില്ലേ, 2 വിരലിൻ്റെ ഇടയ്ക്ക് വയ്ക്കാനുള്ള അത്രയും ചെറുതാണ് ഈ ക്യാമറ. ഈ വീഡിയോയുടെ അവസാനം ഈ ക്യാമറയുടെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ USB ചാർജിങ് പോർട്ടും വയറുമാണ്. ഇത് USB കണക്ഷനാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് പാർക്കിങ്ങിൽ ക്യാമറ കൂടുതൽ കാണണം, അതിൻ്റെ പാർക്കിങ്ങിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉള്ള ചേഞ്ചസ് നമുക്ക് ക്യാമറ വീഡിയോ ഇതൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. ഇത് USB കേബിളാണ്. ഈ USB കേബിള് നമുക്ക് കാറിൻ്റെ USB പോർട്ടിൽ കണക്ട് ചെയ്യാം.
ഇപ്പോൾ ഹാർഡ്വെയർ കണക്ഷൻ കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കിറ്റും കൂടി ഇതിൽ കിട്ടും. അത് നമുക്ക് പാർക്കിങ്ങിൻ്റെ സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹാർഡ്വെയർ കിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ആ ഹാർഡ്വെയർ കിറ്റ് ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റിക്കർ. അതിൻ്റെ സ്റ്റിക്കറാണ്, അതിൻ്റെ സ്ക്രൂ ആണ്. ഇത് ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്ക്രൂ. അപ്പോൾ ഈ സ്ക്രൂ ഊരിയാണ്. ഇത് നമുക്ക് മുകളിലേക്കും താഴേക്കും ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് വെന്റിലേഷൻ പോർട്ടാണ്, ക്യാമറ ചൂടാവാതിരിക്കാൻ. ഇതാണ് പർട്ടിക്കുലർലി ഡാഷ് ക്യാമിൻ്റെ ക്യാമറ ആപ്പ്. ഇതൊരു SD കാർഡ് പോർട്ടും പിന്നെ USB-യുടെ പോർട്ടുമാണ്. പിന്നെ ഉള്ളത് റീസെറ്റ് ബട്ടണാണ്. ഇതിൻ്റെ പവർ ബട്ടൺ. ഇതാണ് പവർ ബട്ടൺ. ഇതിൻ്റെ മൈക്രോഫോണാണ്. നമുക്ക് മൈക്രോഫോൺ ഓൺ ആക്കാനും ഓഫ് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ വേറെ ഒന്നുമില്ല പെട്ടിക്കകത്ത്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ക്യാമറയുടെ ടോട്ടൽ വലിപ്പം. ഒരു കൈക്കകത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് റോളിംഗ് സ്റ്റോറേജ് ആണ്. അപ്പോൾ ഇതിനകത്ത് SD കാർഡ് ഇട്ട് 3 മിനിറ്റ് അടങ്ങുന്ന വീഡിയോസായിട്ടാണ് ക്യാമറ സ്റ്റോർ ചെയ്യുക. അപ്പോൾ SD കാർഡിലെ സൈസ് തീരാറാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൾഡസ്റ്റ് വീഡിയോ ഡിലീറ്റ് ആയിട്ട് റോൾ ചെയ്ത് പൊക്കോളും. നമുക്കത് എപ്പോഴും എടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളൂ. നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് സാംസങ്ങിൻ്റെ 64 GB EVO Plus ആണ്. അപ്പോൾ ഇതിൽ ചില ചില SD കാർഡ്സ് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച SD കാർഡാണ് ഈ കാണുന്നത്. ഇതിന് പുറമെ ഇപ്പോൾ ഈ ക്യാമറ നമ്മൾ വെയിലത്ത് നിർത്തുമ്പോൾ ഈ ഫ്രണ്ടിലെ ഡാഷിൽ വെളിച്ചം അടിച്ചിട്ട് ഈ കണ്ണാടിയിലടിച്ച് ഒരു റിഫ്ലക്ഷൻ ക്യാമറയിൽ വരും എന്ന് പറയുന്നുണ്ട്. അതിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു CPL ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. ആ CPL ഫിൽറ്ററാണ് ഇത്. നെക്സ്റ്റ് ഡിജിട്രോൺ ആണ് 70mm-ക്കും DD+ക്കും വേണ്ടി CPL ഫിൽറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ CPL ഫിൽറ്ററും കൂടി നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ അതിനകത്ത് ഒരു വൈപ്പ്, ഈ ഫോൺ വൈപ്പ് ചെയ്യുന്ന പോലത്തെ വൈപ്പാണ് ഇത്. നമ്മളെ ക്യാമറ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡാഷ് ക്യാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബോക്സിലാണ് CPL ഫിൽറ്റർ വരുന്നത്. ഡാഷ്ബോർഡ് ഗ്ലെയർ കുറയ്ക്കാനും വീഡിയോ ഔട്ട്പുട്ട് ക്വാളിറ്റി, ലൈസൻസ് പ്ലേറ്റ് റീഡ് ചെയ്യാനുള്ള ക്വാളിറ്റി കൂട്ടാനും കൂടിയിട്ടാണ് ഈ ഫിൽറ്റർ വെക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വീഡിയോ സാമ്പിളും ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്റ്റലേഷൻ ഗൈഡും കൂടി ഉണ്ട്. ഇതും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ആ ലൈറ്റ് ഗ്ലെയർ താഴത്തെ ഈ കണ്ടില്ലേ, ഇതുപോലത്തെ ഗ്ലെയർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് CPL ഫിൽറ്റർ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതും നെക്സ്റ്റ് ഡിജിട്രോണിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ക്യാമറ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് ഈ സാധനം. 70mm-യുടെ ഈ CPL ഫിൽറ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. DD+യുടെ ആണെങ്കിൽ അത് നെക്സ്റ്റ് ഡിജിട്രോൺ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. ഇതാണ് ഇതിൽ മെയിനായിട്ട് വ്യത്യാസമുള്ളത്. ബോക്സ് തുറക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ഫിൽറ്റർ ഇരിക്കുന്നത് കാണാം. ഇതാണ് ആ ക്യാമറയ്ക്കുള്ള ഫിൽറ്റർ. ഇത്രയും സാധനങ്ങളാണ് ഈ ക്യാമറയും ഇതിൻ്റെ അനുബന്ധ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു സക്ഷൻ മൗണ്ട് വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ സക്ഷൻ മൗണ്ട് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ നേരെ ഇരിക്കുന്ന ക്യാമറ നമുക്ക് സൈഡുകളിലേക്ക്, വശങ്ങളിലേക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ അല്ലാതെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ക്യാമറ മുകളിലേക്കും താഴേക്കും മാത്രമേ നമുക്ക് അനക്കാൻ പറ്റത്തുള്ളൂ. അതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം കാണാം. ഇപ്പോൾ നമ്മളതിൽ CPL ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്തു. ചുമ്മാ പോപ്പ് ചെയ്ത് വെച്ചാൽ മതി, സ്ക്രൂ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഒന്ന് തുടച്ചിട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. അത് CPL ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യാം.